നമസ്കാരം. ദീപം FIS ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. ചുക്കിലി മാരാമ്പൽ അടിച്ച് വൃത്തിയാക്കി തൂത്ത് തുടച്ചിടുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അത് നമുക്ക് ചെയ്യാനൊരു സമയവും സന്ദർഭവും ഉണ്ട്, അല്ലേ? എന്നാൽ ഈ അടുത്തയിടെ സർക്കാർ ആശുപത്രിയുടെ ലാബിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. രാവിലെ 9 മണി നേരത്ത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ, പുലർച്ചയിലെ വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. ഈ സമയത്ത് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയവും കൂടിയാണ് രാവിലെ. കാരണം 8 മണിക്കാണ് OP ടിക്കറ്റ് കൊടുക്കാൻ ആരംഭിക്കുന്നത്. എന്നാൽ ജനങ്ങൾ ഒരു 6:45-6:30 തന്നെ ദൂരെ നിന്നുള്ളവർ വരികയും ക്യൂ നിൽക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് ധാരാളം കണ്ടിട്ടുണ്ട്. മിക്ക സർക്കാർ ആശുപത്രികൾ ഉടനീളം, കേരളത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ അവർ ആദ്യ തുടക്കത്തിൽ തന്നെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്യാനും എക്സ്റേ എടുക്കാനും അല്ലെങ്കിൽ ബ്ലഡ് ചോദിക്കാനൊക്കെ ആയിട്ട് എഴുതി കൊടുക്കുന്ന പേഷ്യൻറ്റുകൾ പരിശോധനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ ലാബ് മൊത്തം തൂത്ത് തുടയ്ക്കുക അല്ലെങ്കിൽ ചുക്കിലി അടിക്കുക, തൂത്ത് തുടയ്ക്കുക എന്നും പറഞ്ഞ് ഒരു 3-4 ജീവനക്കാർ വന്ന് അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രോഗികളെല്ലാം ആ മന്ദിരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കി നിർത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിലാണെങ്കിൽ പറയുകയും വേണ്ട, ഭയങ്കര വെയിൽ. രാവിലെ 9 മണി നേരത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, മഴയാണ് പെരുമഴ, വെയിലാണെങ്കിൽ കൊടും വെയിൽ. അത്തരം ഒരു കാലഘട്ടത്തിൽ ഈ പ്രായമുള്ള സ്ത്രീകളെയും അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതലും വന്നിരിക്കുന്ന ഷുഗർ സംബന്ധമായ രോഗികൾക്ക് ബ്ലഡ് പരിശോധനയായിട്ട് വന്നവരാണ് ധാരാളം. ഇത്തരം രോഗികളെയെല്ലാം വെയിലത്ത് പിടിച്ച് നിർത്തി അത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് എന്തൊരു അടിസ്ഥാന മര്യാദയാണ്. എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യരുത് എന്നല്ല, എല്ലാം ക്ലീൻ ചെയ്യണം, ആവശ്യമാണ്, അത്യാവശ്യം തന്നെയാണ്, ക്ലീൻ ചെയ്യുക തന്നെ വേണം. പക്ഷേ ഇത്തരം ജോലികൾ ഉച്ചകഴിഞ്ഞ് ചെയ്താൽ എന്താ, ഉച്ചയാകുമ്പോഴത്തേക്ക് ലാബ് ഫ്രീ ആകുമല്ലോ. ഈ ഉച്ചവരെയുള്ള തിരക്കേ ഉള്ളൂ. ആശുപത്രി, മെഡിക്കൽ കോളേജ് ആയാലും കൊള്ളാം, അല്ലാതെ ഗവൺമെൻറ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായാലും കൊള്ളാം, ജില്ലാ ആശുപത്രികളാണെങ്കിലും കൊള്ളാം, ഉച്ചവരെയുള്ള തിരക്കും ബഹളമേ ഉള്ളൂ. ഉച്ച കഴിയുമ്പോഴത്തേക്ക് നോർമൽ സ്റ്റേജിലെത്തും. ആ സമയത്ത് ആ ജീവനക്കാരെ കൊണ്ട് തന്നെ ഇവിടെ നന്നായി വൃത്തിയാക്കിക്കാമല്ലോ. അല്ലാതെ ഇത്രയും പേര് 10, 30, 40 പേരെ അതിനകത്ത് വെളിയിലിറക്കി വെയിലത്ത് നിർത്തി കൊണ്ടാണോ ഇത്തരം പ്രോസസ്സുകൾ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ട ആരാണ്? അഡ്മിനിസ്ട്രേഷൻ എന്നും പറഞ്ഞൊരു സെക്ഷനില്ലേ, അവരല്ലേ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശുഷ്കാന്തിയോടെ നോക്കിക്കണ്ട് ചെയ്യേണ്ടത്. എന്നാൽ ഈ തിരക്കിൽ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളാകട്ടെ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സർക്കാരിനെ വിമർശിക്കാൻ സർക്കാരാണോ പറഞ്ഞ് ഇവരെല്ലാം പിടിച്ച് വെളിയിലിറക്കിയിട്ട് നിങ്ങൾ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ക്ലീനിങ് പ്രോസസ്സ് ആരംഭിച്ചോളൂ എന്ന് ഗവൺമെൻറ്റാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അല്ലല്ലോ. ഇതിനൊക്കെ അത്തരം കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാനായിട്ട് നേരെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അവരല്ലേ ഈ മേൽത്തട്ടിയിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യേണ്ടത്, അല്ലാതെ ഗവൺമെൻറ് അല്ലല്ലോ. നേരെ മറിച്ച് ജീവനക്കാർ കുറവാണ് എന്ന് പറയുകയാണെങ്കിൽ ജീവനക്കാർ വേണ്ടത്ര നിങ്ങൾ